നമസ്കാരം. മാർച്ച് മാസത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് സൂര്യഗ്രഹണവും മഹാശനിമാറ്റവും വരുന്നത്. അതായത് മാർച്ച് 29. വളരെ നാളുകൾക്ക് ശേഷമുള്ളൊരു മാറ്റം ചില നക്ഷത്രക്കാർക്ക് മാർച്ച് 29 മുതൽ ദൃശ്യമാകുന്നതാണ്. ഉയർച്ച എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്തെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എനിക്ക് ഉയർച്ച എന്ന് വിഷമിക്കുന്ന ആളുകളുണ്ടാകും. തലയ്ക്ക് കയ്യും കൊടുത്ത് പഴി പറയുന്ന, അല്ലെങ്കിൽ ദുരിതങ്ങളിലൂടെ അല്ലെങ്കിൽ ദുരിതമുഖങ്ങൾ മാത്രം കണ്ടുവന്ന നിങ്ങൾക്കൊരു മാറ്റത്തിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ജീവിതത്തിൽ ഇല്ലാതിരുന്നവർക്ക് എന്താണ് ഭാഗ്യമെന്ന് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നുമില്ല. കാരണം ജീവിതത്തിൽ ഗുണാനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്തവരായിരിക്കും ഇക്കൂട്ടർ. ചില നക്ഷത്രക്കാർക്ക്, അതായത് പൂയം, ചോതി, ഉത്രം തുടങ്ങിയ നക്ഷത്രക്കാരൊക്കെ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് തന്നെ ദുഃഖങ്ങളാണ് അനുഭവിക്കുന്നത്. കുടുംബത്തിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ. ഇതല്ലാതെ സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ അവർ ഒരുപാട് നാളായി ഒന്ന് ചിരിച്ച് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് സന്തോഷമെന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ കൂടുതലായിട്ടുള്ളൊരു സമയം കൂടിയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളൊക്കെ. എന്നാൽ 2025 തുടക്കത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ടാകും. അതായത് വീടില്ലാത്ത ആളുകൾക്ക് ലോണൊക്കെ സാങ്ഷനായി കാണും. അതേപോലെ ഒരു വാഹനം വാങ്ങിക്കണമെന്ന ആഗ്രഹം, ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിച്ചെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള പുറപ്പാടുണ്ടായി തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ നടന്നു വന്നു. ഇപ്പോൾ മാർച്ച് മാസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ മാർച്ച് മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് മഹാശനിമാറ്റം വരുന്നതും സൂര്യഗ്രഹണവും വരുന്നതും. അപ്പോൾ ഇതൊക്കെ എല്ലാ നക്ഷത്രക്കാർക്കും എന്നല്ല, ചില നക്ഷത്രക്കാർക്ക്, അതായത് നക്ഷത്രഫലം പറയുമ്പോൾ പിന്നെ ജാതകവശാൽ നോക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങളിൽ എത്തുന്നതെങ്കിലും പൊതുഫലം പറയുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ സമയമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ മാർച്ചിൻ്റെ അവസാന ഘട്ടമാകുന്നു ഈ മഹാശനിമാറ്റം വരുന്നത്. തുടർന്ന് ഏപ്രിൽ മാസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഏപ്രിൽ മാസത്തിലെത്തുമ്പോൾ അവിടെയും നല്ലൊരു സമയം വരുന്നുണ്ട്. വിഷു ഏപ്രിൽ 14, മേടം 1 വിഷു കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായും ഗുണാനുഭവങ്ങൾ ധാരാളം വരുന്ന നക്ഷത്രക്കാരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2025 എന്നൊരു വർഷത്തെ ഒരു വളരെ ഭാഗ്യദായകമായ വർഷം എന്ന് തന്നെ വിളിക്കേണ്ടുന്ന പല സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ അടുത്തടുത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു വിഷുഫലത്തിനെ കുറിച്ചൊക്കെ, തുടർന്നുമുള്ള സമയങ്ങളിൽ ഇടുന്നതുമായിരിക്കും. ഇവിടെ നമ്മൾ പറയുന്നത് ഈ മഹാശനിമാറ്റം അല്ലെങ്കിൽ ഈ വരുന്ന സൂര്യഗ്രഹണത്തിന് ശേഷമുള്ള ആ സമയങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് വമ്പൻ നേട്ടങ്ങൾ വരാൻ പോവുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, കളിയാക്കിയവർ, കുറ്റം പറഞ്ഞവർ, ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്ന ആളുകൾക്ക് പോലും ഇനി അസൂയാവഹമായ നോട്ടം നിങ്ങളിലേക്ക് എത്തിക്കേണ്ട തരത്തിലൊരു മാറ്റം നിങ്ങളെ തേടി എത്താൻ പോവുകയാണ്. ചില നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നണയാൻ പോവുകയാണ്. ജോലിക്ക് ചെന്നാൽ തടസ്സം, ബുദ്ധിമുട്ടുകൾ, അതിലുപരി ആരോഗ്യ പ്രശ്നങ്ങൾ. എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കാശ് കൊണ്ടുവന്നാൽ വീട്ടിൽ വന്ന ആർക്കെങ്കിലും ഒക്കെ അസുഖം, ചിലപ്പോൾ കൊച്ചുങ്ങൾക്ക് അസുഖമാണ്, അല്ലെങ്കിൽ വലിയവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ. പല ക്ഷേത്രങ്ങളിലും പോയി പല പൂജകളും വഴിപാടുകളൊക്കെ കഴിച്ച് മാറ്റമില്ല എന്നല്ല, എന്നാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് നടന്നിട്ടില്ല. ഒരു വസ്തു വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു, നടന്നില്ല. വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു, വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ചു, സന്താന യോഗം വരണമെന്ന് ആഗ്രഹിച്ചു. അതൊന്നും നടക്കാത്തൊരു വർഷമായിരുന്നു കഴിഞ്ഞു പോയത്. ഈ 2025 എത്തി നിൽക്കുന്ന ഈ സമയം, മാർച്ച് മാസം മഹാശനിമാറ്റത്തിനോട് അടുക്കുന്ന ഈ ഒരു സമയം, സൂര്യഗ്രഹണവും വരുന്നുണ്ട് അന്നേ ദിവസം തന്നെ. അപ്പോൾ അതൊക്കെ വളരെ വലിയ മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോഴും പറയുന്നത്, മുന്നേയുള്ള വീഡിയോകളിലും പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ്, നല്ലപോലെ പ്രാർത്ഥിച്ചു കൊള്ളുക. നല്ല സമയമാണ് നമ്മൾക്ക് വരുന്നത് ഇപ്പോൾ. അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന അനിവാര്യമാണ്. ഈ പ്രാർത്ഥനകളിലൂടെ എന്ത് നേടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥനകൾ ഇപ്പോൾ നല്ല സമയമായതിനാൽ പ്രാർത്ഥിക്കുന്നതിലൂടെ ഇരട്ടി നേട്ടമായിരിക്കും, ഡബിൾ നേട്ടം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. കുലദേവതാ ക്ഷേത്രം, അതായത് കുടുംബക്ഷേത്രം ദർശിക്കുക, വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുക. അർച്ചനയെങ്കിലും, ഒന്നും അല്ലെങ്കിൽ ഒരു അർച്ചനയെങ്കിലും, അല്ലെങ്കിൽ കയ്യിൽ ഒരു കുപ്പി എണ്ണയെങ്കിലും കൊണ്ടുചെന്ന് ആ നടക്കൽ വെച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ കുലദേവതയോട്, പരദേവതയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിനപ്പുറം വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നമ്മുടെ അച്ഛനെയും അമ്മയും എത്രത്തോളം നോക്കുന്നു അത്രത്തോളം നമുക്ക് പുണ്യമേ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് നമ്മുടെ കുടുംബ ക്ഷേത്രങ്ങൾക്ക്.
അപ്പോൾ ഈ ഒരു മഹാശനിമാറ്റം വരുന്ന സമയം, അതേപോലെ ഈ സൂര്യഗ്രഹണം വരുന്ന, അതായത് മാർച്ച് 29 മുതൽ വളരെ നല്ല സമയം വരികയാണ്. ഓരോ നിമിഷവും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ തുടർന്നുള്ള സമയങ്ങളിൽ ഭാഗ്യം നമ്മളിലേക്ക് കൂടുതൽ വരുമ്പോൾ ദൈവത്തിനോട് കൂടുതൽ അടുക്കാനും കൂടുതൽ വഴിപാടുകൾ കഴിക്കുവാനും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം തരണേ എന്ന് ആ തിരുനടയിൽ ചെന്ന് മനമുരുകി പ്രാർത്ഥിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ നല്ല സമയം വരുന്ന ഈ ഒരു വേളയിൽ ചില നക്ഷത്രക്കാർക്ക് വളരെ നേട്ടത്തിൻ്റെ സമയം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ്, എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തൊക്കെ രീതിയിലാണ് ആ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക. ശനിയുടെ ഉദയവും ചൊവ്വ പൂയം നക്ഷത്രത്തിലേക്ക് മാറുന്നത് ഇത് പല നക്ഷത്രക്കാർക്ക് നേട്ടമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഏപ്രിൽ മാസം മുതൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതിൽ കാർത്തിക, രോഹിണി, മകരം നക്ഷത്രക്കാർക്ക് ചൊവ്വ പൂയം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ഈ ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകരം നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് വരുന്ന ഏപ്രിൽ മാസം. ശനി ഈ രാശിക്കാരിൽ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരിലൊക്കെ വരുത്തിയ ദോഷങ്ങൾ ഇവരെ വിട്ട് അകലാൻ പോവുകയാണ്. ഒരുപാട് വലച്ചിലുകൾ ഉണ്ടായിരുന്നു, അതൊക്കെയും നിങ്ങൾക്ക് മാറുകയാണ്. സന്തോഷം നിറഞ്ഞ ജീവിത അന്തരീക്ഷം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സാമ്പത്തികപരമായി ഒരു ഉന്നതി ഉണ്ടാവുകയാണ്, ഒരു നേട്ടം കൈവരിക്കാൻ കഴിയുകയാണ്. നമ്മൾ പറയാറുണ്ട് കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു, എന്നാലും അതിൽ ഏറ്റവും ശോചനാവസ്ഥ, അതായത് ഏറ്റവും സാമ്പത്തികമായി ഒരു ഉന്നതി ഇല്ലാതിരിക്കുന്നത് നമ്മൾ. ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് 8 മക്കളാണുള്ളത്, അതിൽ ഏറ്റവും ബുദ്ധിമുട്ടായി കഴിയുന്ന ഞാനാ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന, അല്ലെങ്കിൽ എന്നാണ് എനിക്കൊരു നേട്ടം ഉണ്ടാവുക എന്ന് ചോദിക്കുന്ന ആളുകാരുണ്ടാകും. അപ്പോൾ ഇടവം രാശിയിലുള്ള ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടത്തിൻ്റെ സമയം വന്ന് ഭവിക്കാൻ പോവുകയാണ് മഹാശനിമാറ്റം കൊണ്ടുവരുന്നത്. കൂടാതെ ഏപ്രിൽ മാസം വിഷുവോടെടുക്കുമ്പോഴൊക്കെ വളരെ മാറ്റങ്ങൾ, പുതിയ അതിഥികൾ വരേണ്ട സമയമാണ്, പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കേണ്ട, ആ ബന്ധങ്ങൾ നിമിത്തം നേട്ടങ്ങൾ ഉണ്ടാകേണ്ട സമയമാണ്. കർമ്മമേഖലയിൽ നേട്ടമുണ്ടാകും. അഭ്യസിച്ച് ജോലിക്കാൻ ശ്രമിക്കുന്നവർക്ക് ജോലിയുടെ സമയം ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകുന്നതാണ്, നേട്ടമുണ്ടാകുന്നതാണ്, ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ്. ഏപ്രിൽ മാസത്തോടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട അരക്ഷിതാവസ്ഥ, ജോലിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ജോലി മുന്നോട്ട് പോകുന്നതിന് തടസ്സം, ആ ജോലിയിൽ തന്നെ ഇരുന്ന് മുന്നോട്ട് പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലവിധ കർമ്മമേഖലാ പ്രശ്നങ്ങൾ ഒഴിയുന്നതാണ്. പണം സമ്പാദിക്കാനുള്ള നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനും പല മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ദീർഘകാലമായുള്ള കടങ്ങളൊക്കെ വീട്ടി മുന്നോട്ട് പോകുവാൻ സാധ്യമാകുന്നതാണ്. പല കൊതിച്ച കാര്യങ്ങളും നേടാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സമയം കഴിഞ്ഞു, ഇനി പറ്റില്ല എന്നൊക്കെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും. സമയം ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ടത് കൃത്യമായ സമയത്ത് ഇനി ലഭിക്കുവാൻ പോകുകയാണ്. സന്തോഷത്തോടെയുള്ള ജീവിതം നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. ദാമ്പത്യം സന്തോഷം നിറഞ്ഞതായി മുന്നോട്ട് പോകുന്ന സമയമാണ്. വരാൻ പോകുന്ന സമാധാനം ഉണ്ടാകുന്നതാണ്. വിവാഹ തടസ്സങ്ങളൊക്കെ ചൊവ്വയുടെ അനുഗ്രഹം നിമിത്തം ഇവിടെ ഇല്ലാതാകുന്നത് കൂടിയാണ്. ചൊവ്വയുടെ അനുഗ്രഹം ചൊരിയുകയാണ് നിങ്ങളിലേക്ക്. അതുകൊണ്ട് ഏപ്രിൽ മാസം മുതലുള്ള സമയം നല്ല ഉത്തമ പങ്കാളിയെ, വിവാഹം ഒക്കെ കാത്തിരിക്കുന്ന ആളുകൾക്കൊരു സന്തോഷ വർത്തമാനമാണ്. അതേപോലെ പ്രണയിക്കുന്നവർക്കും പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാകുന്ന സമയത്തോടാണ് നിങ്ങൾ അടുക്കുന്നത്. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് തൊഴിലവസരങ്ങളൊക്കെ തേടിയെത്തുന്നതായിരിക്കും. ഒരുപാട് വാതിലുകൾ മുട്ടി, ഒന്നും തുറക്കപ്പെട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പരീക്ഷകളൊക്കെ എഴുതിയിട്ട് ജോലിക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്, റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, വിളിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന നിങ്ങൾക്ക് ഇപ്പോൾ സമയം ആഗതമായിരിക്കുകയാണ്. ഉത്തമമായ ജോലി, അത് വെറും ചെറിയ ശമ്പളത്തിലല്ല, നല്ല ശമ്പളത്തിൽ 4 ആൾ കാണെങ്കിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അകലുന്നതാണ്. മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ശരീരത്തിനും മനസ്സിനും ഒരുപാട് ക്ഷീണം, വേദന, ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, മക്കളെ ഓർത്തുള്ള വ്യതകൾ, ഇതൊക്കെയും മാറാൻ പോകുന്ന സമയമാണ് ഏപ്രിൽ മുതൽ വരാൻ പോകുന്ന. നേട്ടങ്ങൾ പലതും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. എഴുതി വെച്ചുകൊള്ളൂ, മനസ്സിൽ കുറിച്ചിട്ടുകൊള്ളൂ. നേട്ടങ്ങൾ ഒരുപാട് വരാൻ പോകുന്ന സമയമാണ്. മറ്റുള്ളവരാൽ അസൂയ തോന്നുന്ന, അതായത് മറ്റുള്ളവർക്ക് എങ്ങനെ നിങ്ങൾക്ക് ഈ വളർച്ച വന്നു എന്ന് തോന്നുന്ന വിധത്തിലുള്ള നേട്ടങ്ങൾ, കുബേരയോഗം കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയം വരുന്നുണ്ട്. പണവുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളാണ് ഇവിടെ മാറ്റം വരാൻ പോകുന്നത്. അപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ടകലുന്നതാണ്. ദാമ്പത്യ ജീവിതം കുടുംബപരമായി സന്തോഷത്തോട് കഴിയാനുള്ള ഭാഗ്യം, മക്കൾക്ക്
പല നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളുണ്ട്, മക്കൾ ഈ ഒരു നിലയിലെത്തണം, അത് കണ്ടിട്ട് സന്തോഷത്തോടെ നിർവൃതിയോടെ ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അതൊന്നും നടക്കുന്നില്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് ജോലിയൊന്നും ശരിയാവുന്നില്ല, വിവാഹമൊന്നും ശരിയാവുന്നില്ല. എന്നാൽ വിവാഹം കഴിപ്പിച്ച് അയച്ചെടുത്തും ചില ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എന്നൊക്കെ വിഷമിക്കുന്ന ആളുകൾക്ക് ഇനി ഈ നക്ഷത്രക്കാർക്ക്, ഈ 3 നക്ഷത്രക്കാർക്ക് മക്കൾ നിമിത്തമുള്ള എല്ലാ വിഷമങ്ങളും അകന്ന് അവരുടെ സന്തോഷകരമായ നിമിഷങ്ങൾ കണ്ടു സന്തോഷിക്കാനുള്ള ഭാഗ്യം കൂടിയാണ് ഏപ്രിൽ മാസത്തോടു കൂടി നിങ്ങൾക്ക് എത്താൻ പോകുന്നത്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും സൗഭാഗ്യം ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസം മുതൽ. വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ പല കാര്യങ്ങളും, പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ ഈ ഒരു അവസരം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. യാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ്. വിദേശത്തേക്ക് പോകാനുള്ള ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിൽ വിജയമുണ്ടാകുന്നതാണ്. പഠിച്ച മേഖലയിൽ തന്നെ തൊഴിൽ കിട്ടുക എന്നത് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ ചില എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച തൊഴിൽ കിട്ടില്ല, പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടുന്നില്ല എന്നൊക്കെ വിഷമിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ നക്ഷത്രക്കാർക്ക്, അതായത് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഏപ്രിൽ മാസം മുതൽ തുടങ്ങുന്നത്. ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുവാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദേശ ജോലിക്കുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വേളയിൽ വന്നണയുന്നതാണ്. നല്ലൊരു സമയമായതിനാൽ തന്നെ പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോവുക. വളരെയധികം മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇരട്ടി ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി, ആരെങ്കിലും കാണാനോ കേൾപ്പിക്കാനോ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല. ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഭാഗ്യങ്ങൾ ഇരട്ടിയായി നിങ്ങളിലേക്ക് തന്നെ എത്തും എന്നൊരു ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മുഴുകുക, പ്രാർത്ഥനയിലേക്ക് ശ്രമിക്കുക. മനസ്സിനെ കൊണ്ടുവരാനായിട്ട് നല്ലൊരു ഭാവി ഉണ്ടാകുന്നതാണ്. നാലാളറിയെ തല ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിൽ നിൽക്കുവാനുള്ള സമ്പത്ത്, മഹിമയും ആഠ്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ഒരു ഭാഗ്യം കൂടി പ്രാർത്ഥനയിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.